അടിപൊളി പത്തിരി ആമീസ് പൊടി കൂട്ടിയിട്ടുണ്ടാക്കിയതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു നിജൂസ് വേൾഡ്. അപ്പോൾ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്ന് എന്നെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ തലശ്ശേരിയുള്ള ഒറോട്ടിപ്പത്തിൽ നമ്മുടെ ഗ്രൈൻഡറിലൊക്കെ അരി അരക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഗ്രൈൻഡറിലൊന്നും ഇല്ലാണ്ട് അതുപോലെ ആമീസ് പൊടി ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈ പത്തിരി ചുട്ടെടുക്കാമെന്ന് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പൊന്നിയരി അതുപോലെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നെയ്സ് പത്തിരി ഇല്ലേ, സാധാരണ നമ്മൾ വീട്ടിൽ പൊടിച്ച് വറുത്ത് വെക്കുന്ന പത്തിരിപ്പൊടി, അതാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാമെന്ന് കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി തലേദിവസം രാത്രി നമ്മുടെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, പൊന്നിയരി, അത് ഞാനൊന്ന് നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പൊന്നിയരി ആയതുകൊണ്ടാണ് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലെടുത്തത്. റേഷൻ അരിയൊക്കെ ആണെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ അരക്കുമ്പോൾ തരിതരിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ അരച്ചെടുക്കും കേട്ടോ. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നെയ്പ്പത്തിൽ തയ്യാറാക്കാം. അതിന് നമുക്ക് ഭയങ്കര നല്ലതുപോലെ തന്നെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഒന്നും കൂടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെള്ളവും വന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വെള്ളവും ഈ അരി മാത്രമാണ് ഇട്ടിട്ട് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ലപോലെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും തരിതരിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു കിണ്ണത്തിലേക്ക് മാറ്റാം. നമ്മൾ കൈകൊണ്ട് നോക്കുന്ന സമയത്ത് അതിൽ തരിതരിപ്പുണ്ടോയെന്ന് അറിയാൻ പറ്റുന്നതുകൊണ്ട് കൈകൊണ്ട് ജസ്റ്റ് തൊട്ട് നോക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ 2 ട്രിപ്പ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പാണ് കേട്ടോ എടുത്തത്. അതുപോലെ ഞാൻ അരി പൊതിർത്തിയത് നമ്മുടെ അരിസേറിന് 500-ൻ്റെ ഒരു നായി അരിയില്ലേ, അതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിലേക്ക് എനിക്ക് ഈ ഒരു പൊടി കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരിയിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പൊടി കുറച്ചായിട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. തലശ്ശേരി ഭാഗത്തുള്ളവർക്ക് മനസ്സിലാവും, നമ്മളിങ്ങനെ ഗ്രൈൻഡർ ഉപയോഗിക്കാണ്ട് സാധാരണ അരി എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കലുണ്ട്. പക്ഷേ അതിൽ നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ. കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ അത് ഈ ഭാഗത്തുള്ള കടകളിലൊക്കെ, നമ്മുടെ കോഴിക്കോട് ഭാഗത്തെ കടകളിലൊക്കെ കാണൽ കുറവാണ്. ഈ ഭാഗത്ത് വീടുകളിൽ എന്തായാലും നെയ്സ് പത്തിരിൻ്റെ പൊടി ഇല്ലാണ്ടിരിക്കില്ല. നല്ലപോലെ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നവരുണ്ടാവും, പൊടിപ്പിച്ചിട്ട് വറുത്ത് വെക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വറുത്തിട്ടൊക്കെ ഉള്ള പൊടിയാണ് കേട്ടോ ഇത് മിക്സാക്കിയത്. അപ്പോൾ ഏതാണെങ്കിലും പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ നല്ലപോലെ അരച്ചതിന് ശേഷം ഇങ്ങനെ മിക്സാക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് റോളാക്കി നോക്കുക, റോളായി വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിനൊരു കോംബോ ആയിട്ട് ഒരു മുട്ടച്ചാറാണ് ഉണ്ടാവില്ലെന്ന്. മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാമെന്നും പറഞ്ഞിരുന്നു. അപ്പം അതാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവാതെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് അരക്കുമ്പോൾ ഇടണമെന്നില്ല, കുക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ടാലും മതി. ഞാൻ സാധാരണ അരക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കറി തയ്യാറാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്, പത്തിൽ ചുട്ടെടുക്കാനുള്ള കല്ലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിച്ചട്ടി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ വലിയ ജീരകമാണ് ഇട്ടെടുത്ത്, കടുകൊന്നല്ല. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു വലിയ സവാളയുടെ പകുതിയും 2 പച്ചമുളകാണ് ഞാൻ ഇട്ടെടുത്ത്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഓൾറെഡി നമ്മൾ അരപ്പിൽ ഇട്ടതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് കല്ല് ചൂടാകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ആ മുട്ട ഒന്ന് കുക്കായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്ക് ഞാൻ പത്തിൽ പരത്തി എടുക്കുന്നുണ്ട്. നമുക്ക് കയ്യിൽ ജസ്റ്റ് ഒന്ന് ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഒന്ന് ബോളാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കല്ലുമ്മ തന്നെ വെച്ചിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇലയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറിലൊക്കെ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താലും മതിയേ. അപ്പോൾ ഏകദേശം നമ്മുടെ എഗ്ഗൊക്കെ ഇവിടെ കുക്കായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് അരപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ആ ഉപ്പൊക്കെ ഈ സമയത്ത് ഒന്നുകൂടി പാകമാണോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അധികം ഇനി തിളപ്പിക്കണ്ട. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. ഇനി അതിൻ്റെ ചൂടുകൊണ്ട് തന്നെ അതൊന്നും കൂടി തിളക്കും.
അപ്പോൾ മുട്ടച്ചാറിൻ്റെ പരിപാടി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പത്തിലി ഒരു ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് ഓയിലോ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് വരുത്താം. എനിക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭയങ്കര ഹാർഡായ പോലെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ചുടുന്നേക്കാണ് എനിക്കിങ്ങനെ തോന്നാം പത്തില് ഇനി ഉള്ളു വേവായിക്കാൻ വരുമോ അങ്ങനെയൊക്കെ തോന്നിനി. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടോ. പക്ഷെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഭയങ്കര ഒരു ഹാർഡായ പോലെ തോന്നിയിരുന്നു. പക്ഷെ കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഉള്ളൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്നേരി ആണെങ്കിൽ നിങ്ങൾ നല്ല തിളച്ച, അതായത് നമ്മളെ റേഷൻ അരിയൊന്നും അല്ലാത്ത അരിയാണെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഇടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി പത്തിരി സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതുപോലെ സൈഡ് ഇതുപോലെ ഒന്നിങ്ങനെ ചട്ടം കൊണ്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പത്തിലൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പത്തില് ചുടാൻ ആർക്കും അറിയില്ല, അതുപോലെ ഗ്രൈൻഡർ ഇല്ല, ഇങ്ങനത്തെ ഒരു പരാതിയും വേണ്ട. എന്തായാലും ട്രൈ ആക്കി നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എല്ലാ രീതിയിലും ഉണ്ടാക്കാനുള്ള ഐഡിയകൾ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം പരീക്ഷിച്ച് നോക്കാം. അപ്പം നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേക്കോട്ട് നിൽക്കരുത്. എങ്ങനെ ഞാനിപ്പോൾ ഇന്നിത് ഒരു പ്രതീക്ഷയും വെച്ചിട്ടല്ല അരി പൊതിർത്തിയത്. നന്നാവോ ഇല്ലയോ ഒന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ എന്നുള്ള ആ ഒരു കുറേ ആൾ ചോദിച്ചല്ലേ, അപ്പോൾ എന്തായാലും അവർക്ക് ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡറൊക്കെ വാങ്ങാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അപ്പം എന്തായാലും അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം ചൂടോടെ തന്നെ കുറച്ച് മിൽമ നെയ്യ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. ഇനി അതല്ലെങ്കിൽ നമ്മുടെ തേങ്ങേൻ്റെ പാലില്ലേ, തേങ്ങാപ്പാലിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ചാലും മതി. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് തലശ്ശേരി ഭാഗത്ത് നെയ്യോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടതിന് നമ്മൾ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ അടച്ച് വെക്കട്ടോ. നല്ല സോഫ്റ്റ്, ആ ഒരു സോഫ്റ്റ് തന്നെ കിടക്കും ചൂടോടെ അടച്ച് വെക്കുന്ന സമയത്ത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് മറക്കാതെ ഇടണം. അതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പിന്നെ മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. നിങ്ങളുടെ കുറേ ആൾക്ക് ഒറോട്ടിപ്പത്തിലൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാകാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പത്തില് ഞാൻ ചൂടോടെ തന്നെ ഒന്ന് കറിയൊക്കെ വെച്ചിട്ട് നോക്കിന് കേട്ടോ, ഉള്ളൊക്കെ വെന്തിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അത് പൊള്ളി വന്നതുകൊണ്ട് തന്നെ ലെയറായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു പുറത്തെ ഒരു തൊലി പോലെയുള്ളതൊക്കെ നല്ല ലെയറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ അരി അരിച്ച പത്തില് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. മാഷാ അല്ലാ, എനിക്ക് സന്തോഷമായി. ഞാനും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഗ്രൈൻഡറിലൊന്നും അരക്കാണ്ട് ഉണ്ടാക്കി നോക്കാൻ. എനിക്കും ഇനി സിമ്പിളായല്ലോ. അതുമാത്രമല്ല അപ്പോൾ അതൊക്കെ ഇത് കഴിച്ച് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ. അതിന് കമൻറ്റ് അപ്പം തന്നെ പറയുകയും ചെയ്തു, നല്ല നന്നായിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. മറ്റൊരു വീഡിയോസിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.